വീണ്ടും ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനെ പോലും വെറുതെ വിടാതെ CPM സൈബർ സഖാക്കളുടെ തേരോട്ടം. യശശരീരനായ ഉമ്മൻചാണ്ടിയുടെ കല്ലറയെപ്പോലും അപമാനിക്കാനുള്ള ശ്രമമാണ് സൈബർ സഖാക്കൾ നടത്തുന്നത്. ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ. താൻ BJPയിൽ ചേരുമെന്ന CPM പ്രചരണത്തിന് പിന്നാലെ തൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ നിന്ന് ജയ് ശ്രീറാം വിളി കേൾക്കുന്നതായി CPM പ്രചരിപ്പിക്കുകയാണെന്നും കല്ലറയെപ്പോലും അപമാനിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് ചാണ്ടി ഉമ്മനെതിരെയുള്ള ആക്രമണമല്ല, പിതാവിനോടുള്ള CPMൻ്റെ പകയാണ്. പിതാവിനെ വെറുതെ വിടണമെന്നും തന്നെ ആക്രമിച്ചോളൂവെന്നും പൊതുപരിപാടികൾ സംസാരിക്കുന്നതിനിടെ ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ജീവിച്ചിരുന്നപ്പോൾ അപവാദം പറഞ്ഞ് കൊല്ലാതെ കൊന്നെന്നും മരിച്ചിട്ടും അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്ന CPM കേരളത്തോട് മാപ്പ് പറയണമെന്നും ചാണ്ടി ഉമ്മൻ പറയുന്നു. BJPയിൽ മക്കൾ പോയപ്പോൾ മുൻ മുഖ്യമന്ത്രിമാരായ കോൺഗ്രസ് നേതാക്കളെ അപമാനിക്കാനാണ് CPM ശ്രമിച്ചതെന്നും കോൺഗ്രസ് അങ്ങനെ ചെയ്യില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. തനിക്ക് വിദൂര ചിന്തയിൽ പോലും BJP എന്ന വിചാരം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. പത്മജ വേണുഗോപാലിൻ്റെയും അനിൽ ആന്റണിയുടെയും BJP പ്രവേശനത്തിന് പിന്നാലെ ചാണ്ടി ഉമ്മനും അച്ചു ഉമ്മനും BJPയിലേക്ക് എന്ന തരത്തിൽ ചില പ്രചാരണങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇത് തികച്ചും വാസ്തവവിരുദ്ധമാണെന്ന് ചാണ്ടി തന്നെ പ്രതികരിക്കുന്നു. അതേസമയം പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും BJP പോയതിൽ തെറ്റ് കാണുന്നില്ല എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അത് അവരുടെ തീരുമാനമാണ്. അവർക്ക് ഏത് പാർട്ടിയിൽ വേണമെങ്കിലും പോകാം. തൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ്. തൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നും അദ്ദേഹം മുംബൈയിൽ പറഞ്ഞു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായി മുംബൈയിലെത്തിയതായിരുന്നു ചാണ്ടി ഉമ്മൻ. ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് അധികാരത്തിലെത്തും. പാർട്ടി വിട്ടതിന് പിന്നാലെ പത്മജ വേണുഗോപാലിനെതിരെ പാർട്ടിയിൽ നിന്നുയർന്ന വിമർശനങ്ങൾ കരുണാകരൻ്റെ നിലവാരത്തിലേക്ക് പത്മജ എത്തിയില്ല എന്ന നിരാശ കൊണ്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളോട് പ്രതികരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയ അദ്ദേഹം അത്തരത്തിലുള്ള മോശം പ്രസ്താവന താൻ ഒരിക്കലും നടത്തില്ല എന്നും പറഞ്ഞു.